പാറ്റൂരിലെ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നുവെന്ന വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് കോടതിയിൽ തള്ളി. പാറ്റൂർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ VSന്റെ ഹർജിയിൽ വാദം നടക്കുന്നതിനിടെയാണ് വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് G. ശശിധരൻ നിലപാട് വ്യക്തമാക്കിയത്. കേസിൽ തിങ്കളാഴ്ച വാദം തുടരും. സ്വകാര്യ കമ്പനി സർക്കാർ ഭൂമി കയ്യേറിയെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. 2013 ജനുവരി 23 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. കയ്യേറ്റം നടന്നുവെന്നും ക്രിമിനൽ നിയമപ്രകാരവും ഭൂനിയമപ്രകാരവും ഉടമസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള അധികാരം വിജിലൻസിലില്ലെന്ന വാദം നിരത്തിയാണ് അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിനെ കോടതിയിൽ തള്ളിക്കളഞ്ഞത്. സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടില്ലെന്ന് വാദിക്കാൻ 2 ജില്ലാ കളക്ടർമാരുടെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും 2 റിപ്പോർട്ടും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിരസിച്ചതാണെന്ന് തെളിവുകൾ ഹാജരാക്കി VSന്റെ അഭിഭാഷകൻ വാദിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുൻ ചീഫ് സെക്രട്ടറി EK ഭരത്ഭൂഷണും ഇടപാടിൽ പങ്കുണ്ടെന്ന് സമർത്ഥിക്കുന്ന രേഖകൾ VSന്റെ അഭിഭാഷകൻ വാദത്തിനിടെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കൂടുതൽ വാദം കേൾക്കുന്നതിനു വേണ്ടി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.